ഇത് നമുക്ക് ചിക്കൻ പൊടിച്ചത് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കണം ഒരുവിധ എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഉണ്ടാക്കിയെടുക്കാനായിരുന്നാലും നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുക. കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ കറിയൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ കുറേ കഴിക്കില്ല. ഇത് നമ്മൾ ചമ്മന്തിപ്പൊടി കഴിക്കുന്ന പോലെ കുറേശ്ശേക്ക് ആയിരിക്കും കഴിക്കുക. അപ്പം നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് ഇതേപോലെ നിങ്ങൾ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ വരെ കേടാവാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ പോണവർക്കൊക്കെ ആയിരുന്നാലും ഇതേപോലെ പൊടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ വരെ കേടാവാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കണം. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയിൽ നിന്ന് പകുതി ഇഞ്ചി ഈ ചിക്കൻ നമ്മൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ചേർക്കണം. ബാക്കി പകുതി ഇഞ്ചി ഇതിലേക്ക് മസാല ഇടുമ്പോൾ അതിലേക്ക് ചേർക്കാം. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ വേവിച്ചിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളിയും പിന്നെ ഈ ഇഞ്ചിയുടെ പകുതി ഇഞ്ചിയും ഇത് രണ്ടും കൂടിയിട്ട് ചതച്ചിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു മീഡിയം സവോള എടുത്തിട്ടുണ്ട്. സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഉണക്കമുളക് വേണം. ഞാനിവിടെ ഒരു 12 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഉണക്കമുളക് ഒന്നല്ലെങ്കിൽ ചതച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. പിന്നെ കുരുമുളകിൻ്റെ പൊടി വേണം. ആ കുരുമുളകിൻ്റെ പൊടി ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. പിന്നെ ഗരം മസാലയും വേണം. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. ഈ പകുതി ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ചതച്ചെടുക്കുക. ഇത് സെപ്പറേറ്റ് ചതച്ചെടുക്കുക. ഇപ്പോൾ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഞാനിവിടെ ചിക്കൻ്റെ പീസുകൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കും. അപ്പോൾ കുറച്ച് വലിയ പീസായിരുന്നാലും കുഴപ്പമില്ല. ഈ പച്ചമുളക് ഇതിലേക്ക് ഒന്ന് കീറിയിടാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കണം, ഉപ്പും ചേർക്കണം, ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ ഓണാക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിനകത്ത് തീ നിങ്ങൾ കുറച്ച് വെക്കേണ്ട, തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ മൂട്ടി വയ്ക്കുക. കാരണം ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതേപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതിങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ കട്ടാവും. അപ്പോൾ അത് ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. കറക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറേ നേരം ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കരുത്. അപ്പോൾ അത് ഭയങ്കര പൊടി പോലെ ആയി പോവും. അപ്പോൾ ബാക്കിയുള്ളതും മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ നേരം ഇട്ടാനും കറക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഒരു ബോൾ പോലെയായിട്ട് ആകെ കട്ട പിടിച്ച പോലെയാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ കിടക്കില്ല, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഞാനിവിടെ സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്.
ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും പിന്നെ ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഈ ചിക്കനും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള മൊരിയിൽ ഈ ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് മൊരിഞ്ഞോളൂ. ഇത് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ തീ ഇടയ്ക്ക് കൂട്ടിയും ഇടയ്ക്ക് കുറച്ചും വെച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഒരു പകുതി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാലയും ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കുരുമുളക് 1 ടീസ്പൂൺ ചേർത്തു. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തു. അല്ലെങ്കിൽ ഗരം മസാല നിങ്ങൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ഒന്നും കൂടി നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം. ഞാനിവിടെ അവിടെ നന്നായിട്ടാണ് ക്രിസ്പി പോലെ ആക്കണില്ല. എന്നാൽ അത് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഈ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് ചിക്കൻ ഇതേപോലെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തേക്കണത് കൊണ്ട് തന്നെ ഇത് കുറച്ചധികം നാൾ വരെ ഇത് കേടാവാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.